എക്കാലവും സുരക്ഷിതമായ നിക്ഷേപങ്ങൾ തേടിപ്പോകുന്ന മലയാളികൾ ഇപ്പോൾ മാറി ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടുകളിലെ SIPകളിൽ, അതായത് SIP എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മ്യൂച്വൽ ഫണ്ട് നിക്ഷേപ ഓപ്ഷനിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വൻ വർധന. ഓരോ മാസവും ഏകദേശം 26,000 കോടി രൂപയോളമാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിലൂടെ ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ടുകൾ സമാഹരിക്കുന്നത്. സോഷ്യൽ മീഡിയകളുടെയും TV മാധ്യമങ്ങളിലൂടെയും ലഭിക്കുന്ന അറിവിനെ അടിസ്ഥാനമാക്കി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ഒട്ടനവധി മലയാളികളാണ് മുന്നോട്ട് വരുന്നത്. ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് അവരുടെ ഭാവി ഭദ്രമാക്കുന്നതിന് നല്ലൊരു സമ്പാദ്യം ഉണ്ടാക്കാം എന്ന ആത്മവിശ്വാസവും പണപ്പെരുപ്പത്തെ അതിജീവിക്കുവാൻ തക്ക തരത്തിലുള്ള വരുമാനവും നികുതി ഇനത്തിൽ ലഭിക്കുന്ന വൻ ഇളവും അതിനോടൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്ന് ലഭിച്ച അതിഭീമമായ വരുമാനവും ആണ് സാധാരണക്കാരായ വ്യക്തികളെ ഈ സമ്പാദ്യം നടത്തുന്നതിന് പ്രേരിപ്പിക്കുന്ന മുഖ്യ ഘടകങ്ങൾ. നിങ്ങൾ ഇനിയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ആരംഭിച്ചിട്ടില്ല എങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് ഇതിൽ വിദഗ്ധരായ വ്യക്തികൾ അഭിപ്രായപ്പെടുന്നത്. വിപണിയിൽ നേരിട്ട് നിക്ഷേപം നടത്തുന്നതിൽ ഒരുപാട് അപകട സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിലൂടെ നിങ്ങളുടെ പണം നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒപ്പം വലിയ ലാഭവും ദീർഘകാല നിക്ഷേപങ്ങളിൽ നിന്ന് ലഭിച്ചേക്കാം. എന്നാൽ മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ യാതൊരുവിധ ഗ്യാരണ്ടിയും നൽകുന്നതല്ല. 2024 സെപ്റ്റംബർ മാസം മുതൽ വിപണിയിൽ, അതായത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൂചികയായ നിഫ്റ്റി 50 ഏകദേശം 16% ഇടിവ് രേഖപ്പെടുത്തി. എന്നാൽ കഴിഞ്ഞ 8 ട്രേഡിംഗ് ദിനങ്ങളിൽ വിപണി വൻതോതിലുള്ള തിരിച്ചുവരവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ മാസങ്ങളായി വിൽപ്പനക്കാരായിരുന്ന വിദേശ നിക്ഷേപകർ വീണ്ടും ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപങ്ങൾ നടത്തി തുടങ്ങിയത് ഒരു നല്ലൊരു ശുഭവാർത്തയായി കണക്കാക്കാം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിലൂടെ നല്ലൊരു സമ്പത്ത് സ്വരൂപിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ആധികാരികമായി പഠിച്ചതിന് ശേഷം നിങ്ങളുടെ റിസ്ക് എടുക്കുന്നതിനുള്ള താല്പര്യമനുസരിച്ച് അനുയോജ്യമായ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ കൈവശം ഒരു 10 രൂപയുണ്ടെങ്കിൽ തന്നെയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ ആരംഭിക്കാവുന്നതാണ്. നിങ്ങൾ നടത്തുന്ന ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ ഭാവിയിലേക്ക് വലിയൊരു സമ്പത്തായി മാറുന്ന കാലം വിദൂരത്തിലല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സിസ്റ്റമാറ്റിക് ആയിട്ടും അതോടൊപ്പം റെഗുലറായിട്ടും നമ്മൾ നടത്തുന്ന നിക്ഷേപങ്ങൾ പവർ ഓഫ് കോമ്പൗണ്ടിങ് അതോടൊപ്പം തന്നെ കോസ്റ്റ് ആവറേജിങ്ങിലൂടെ വലിയൊരു തുകയായി മാറിയേക്കാം. ഇനിയും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന മലയാളികൾ ഒരിക്കൽ കൂടി ചിന്തിക്കുക. കോവിഡിന് ശേഷം മലയാളികളുടെ സമ്പാദ്യശീലത്തിൽ വന്നത് വലിയൊരു മാറ്റമാണ്. മ്യൂച്വൽ ഫണ്ടുകളിലും ഓഹരി വിപണിയിലും നിക്ഷേപം നടത്തുന്ന മലയാളികളുടെ എണ്ണത്തിൽ ഉണ്ടായത് വൻ വർധനയാണ്. കൂടുതൽ മലയാളികൾ, അതിൽ തന്നെ ഏറെയും ചെറുപ്പക്കാർ, ഇപ്പോൾ റിസ്ക് എടുക്കുവാൻ താൽപ്പര്യപ്പെടുകയും പുത്തൻകാല നിക്ഷേപങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയുമാണ്. മ്യൂച്വൽ ഫണ്ടുകളുടെ SIP അഥവാ SIP സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ രീതിയിലുള്ള നിക്ഷേപങ്ങൾക്ക് വളരെ സ്വീകാര്യതയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ദീർഘകാല നിക്ഷേപകർ വിപണിയിൽ ഹ്രസ്വകാലങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളിൽ ഒട്ടും അസ്വസ്ഥരല്ല എന്നുള്ളത് കഴിഞ്ഞ കാലങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങളിലെ വൻ വർധനവ് കാണിക്കുന്നത്. കഴിഞ്ഞ 2 മാസക്കാലങ്ങളിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ SIP നിക്ഷേപങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട്. വിപണിയിൽ ലഭ്യമായ വിവരങ്ങളനുസരിച്ച് SIP നിക്ഷേപങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ ക്യാൻസൽ ചെയ്തത് ഒരു അഡ്വൈസറുടെ സഹായം കൂടാതെ സ്വന്തം നിലയിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ ആണെന്നാണ് ഡേറ്റകൾ സൂചിപ്പിക്കുന്നത്. നിങ്ങൾ ഇതുപോലുള്ള തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് പിന്തിരിയുക. വിപണിയിൽ ഹ്രസ്വകാലങ്ങളിൽ ഉണ്ടാകുന്ന ചാഞ്ചാട്ടങ്ങളിൽ ആകുലപ്പെടാതെ നിങ്ങളുടെ SIP നിക്ഷേപങ്ങളുമായി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് മാസം ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞ് മിച്ചം വരുന്ന പണം എങ്ങനെ ലാഭകരമായി നിക്ഷേപം നടത്താം. സാക്ഷരതയിൽ മുൻപന്തിയിൽ ആണെങ്കിലും സാമ്പത്തിക സാക്ഷരതയിൽ നമ്മളുടെ മലയാളികൾ പിന്നോക്കമാണെന്ന ആക്ഷേപം കുറേ കാലങ്ങളായി നിലവിലുള്ളതാണ്. ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളും ഓഹരി, മ്യൂച്വൽ ഫണ്ട് എന്നീ നിക്ഷേപങ്ങളിൽ ബഹുദൂരം മുന്നേറിയപ്പോഴും മലയാളികൾ വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുവാൻ മടിച്ചു നിന്നിരുന്നു. സ്വർണം,
ചിട്ടി, റിയൽ എസ്റ്റേറ്റ്, ബാങ്കുകളിലുള്ള സ്ഥിര നിക്ഷേപം, പോസ്റ്റ് ഓഫീസുകളിലുള്ള നിക്ഷേപങ്ങൾ എന്നിവയോടാണ് മലയാളികൾക്ക് ഏറെ പ്രിയം. അതോടൊപ്പം തന്നെ അനധികൃതമായ പണമിടപാട് സ്ഥാപനങ്ങളിൽ നിക്ഷേപം നടത്തി പണം നഷ്ടപ്പെടുത്തിയ മലയാളികളും വളരെ ഏറെയാണ്. എന്നാൽ കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ കാര്യങ്ങളൊക്കെ മാറിമറിഞ്ഞു. ഓഹരി, കടപ്പത്രം, മ്യൂച്വൽ ഫണ്ട് എന്നിവയെല്ലാം മലയാളികളും ഇഷ്ടപ്പെട്ടു തുടങ്ങി. കോവിഡിന് ശേഷം മ്യൂച്വൽ ഫണ്ടുകളിലും ഓഹരി വിപണിയിലും നിക്ഷേപങ്ങൾ നടത്തുന്ന മലയാളികളുടെ എണ്ണത്തിലും അവരുടെ നിക്ഷേപ തുകയിലും വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 25 ലക്ഷത്തോളം മലയാളികൾ ഓഹരി വിപണിയിൽ നിക്ഷേപകരായുണ്ടെന്നാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇതിനു പുറമെയാണ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ. കോവിഡിന് ശേഷമാണ് മലയാളി നിക്ഷേപകരുടെ എണ്ണത്തിൽ വൻ വർധനവ് കണ്ടു തുടങ്ങിയത്. 2018-19 കാലങ്ങളിൽ 8,50,000 പേരായിരുന്നു ഓഹരി നിക്ഷേപങ്ങൾ നടത്തിയിരുന്നത്. ഇത് 2020-2021 കാലഘട്ടങ്ങളിൽ 12 ലക്ഷമായി ഉയർന്നു. 2021-2022 എത്തിയപ്പോഴേക്കും ഇത് 15 ലക്ഷമായി. ഇപ്പോൾ 25 ലക്ഷത്തിലേറെ മലയാളികൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട്. അതിനുപരിയായി മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. കുറഞ്ഞ കാലം കൊണ്ട് പണം ഇരട്ടിപ്പിക്കുക എന്നുള്ളതല്ല, എന്നാൽ ദീർഘകാലത്തേക്ക് നല്ലൊരു സമ്പത്ത് സൃഷ്ടിക്കുക എന്നതായിരിക്കണം ഓരോ നിക്ഷേപകൻ്റെയും നിക്ഷേപക ലക്ഷ്യം. ഈ കാര്യം മനസ്സിൽ പറഞ്ഞ് ഉറപ്പിച്ചിട്ട് വേണം മ്യൂച്വൽ ഫണ്ടുകളിലും ഓഹരി വിപണിയിലും നിക്ഷേപങ്ങൾ ആരംഭിക്കുവാൻ. പരമ്പരാഗത നിക്ഷേപങ്ങളായ ബാങ്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ്, റിയൽ എസ്റ്റേറ്റ്, സ്വർണം, പോസ്റ്റ് ഓഫീസുകളിലുള്ള നിക്ഷേപം, ചിട്ടുകളിൽ നിന്നുള്ള നിക്ഷേപം എന്നിവയെ അപേക്ഷിച്ച് ഏറെ റിസ്ക്കുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ് മ്യൂച്വൽ ഫണ്ടുകൾ. അതോടൊപ്പം തന്നെ മികച്ച ലാഭവും കിട്ടുന്നതിന് ഓഹരികളിലും മ്യൂച്വൽ ഫണ്ടുകളിലുമുള്ള നിക്ഷേപങ്ങൾ നമ്മളെ സഹായിക്കും. വളരെ ചെറിയ നിക്ഷേപങ്ങൾ കൊണ്ട് നിങ്ങൾക്കും ഒരു ലക്ഷാധിപതിയോ കോടിപതിയോ ആകുവാനുള്ള അവസരങ്ങളാണ് മ്യൂച്വൽ ഫണ്ടുകൾ നൽകുന്നത്. ഉദാഹരണമായി പറഞ്ഞാൽ 25 വയസ്സുള്ള ഒരു വ്യക്തി അദ്ദേഹം 60 വയസ്സിൽ റിട്ടയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഓരോ മാസവും 500 രൂപ വീതം നല്ല തിരഞ്ഞെടുത്ത ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപങ്ങൾ നടത്തിയാൽ 13% വരുമാനം ലഭിക്കുമെങ്കിൽ അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ ഏകദേശം 35 ലക്ഷത്തിൽ കൂടുതലായി അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വളർന്നേക്കാം. എന്നാൽ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ മാജിക്ക് ശരിക്കും ജോലി ചെയ്യണമെങ്കിൽ ദീർഘകാല നിക്ഷേപങ്ങൾ ആയിരിക്കണം. ഈ വ്യക്തി 500 രൂപയ്ക്ക് പകരമായി 5000 രൂപയാണ് ഓരോ മാസവും സിപ്പായി നിക്ഷേപം നടത്തുന്നതെങ്കിൽ 60 വയസ്സിന് ശേഷം ഈ തുക 3,50,00,000 കൂടുതലായി വളർന്നിരിക്കാം. മ്യൂച്വൽ ഫണ്ടുകളുടെ SIP റൂട്ടിലുള്ള നിക്ഷേപങ്ങളുടെ അനന്ത സാധ്യത ഇനിയും മനസ്സിലാക്കാത്ത മലയാളികൾ ഇതൊരു അവസരമാക്കി കണക്കാക്കി നിങ്ങളുടെ കയ്യിലുള്ള ചെറിയ ചെറിയ തുകകൾ നല്ല തിരഞ്ഞെടുത്ത മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തി ദീർഘകാലത്തിന് ശേഷം ഒരു നല്ല സമ്പാദ്യം ഉണ്ടാക്കി സാമ്പത്തിക ഭദ്രത നേടുവാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഭാവിയിലേക്കുള്ള ഓരോ സാമ്പത്തിക ലക്ഷ്യവും നേടുന്നതിനു വേണ്ടി വെവ്വേറെ നിക്ഷേപങ്ങൾ ആരംഭിക്കുക. നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തികൾ ആണെങ്കിൽ തന്നെയും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്കും റിസ്ക് ആപ്പിറ്റേറ്റിനും അനുയോജ്യമായ രീതിയിലുള്ള ഒട്ടനവധി മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. മ്യൂച്വൽ ഫണ്ടുകളിലുള്ള നിക്ഷേപങ്ങൾ നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. അതിനാൽ ഓഹരി വിപണിയിലും മ്യൂച്വൽ ഫണ്ടുകളിലും നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഇത് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള ഒരു അഡ്വൈസായി കണക്കാക്കരുത്. ഈ വീഡിയോ തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രകാശ് നായർ. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള 1200ഓളം വീഡിയോകൾ ഈ യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം. പ്രകാശ് നായർ.